ആലപ്പുഴയിലേക്ക് പോകുന്നു. അതെ, അരുൺ രാജ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രത്യേകിച്ച് ഈ കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനൊപ്പമാണ് ഇപ്പോൾ അരുൺ രാജ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുണിനോട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാം. അരുൺ, ഗുഡ് മോർണിംഗ്. കാരിച്ചാൽ പള്ളാത്തുരുത്തി കോംബോ ഡെഡ്ലി കോംബോ ആണ് അരുൺ. തീർച്ചയായും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 70 വർഷത്തെ ചരിത്രത്തിൽ ഒരു വലിയ ചരിത്രം രചിക്കാൻ കൂടിയാണ് നിലവിൽ പള്ളാത്തുരുത്തി ഇറങ്ങുന്നത്. കാരണം ഒരു ബോട്ട് ക്ലബിനും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ വിജയം, അത് തുടർച്ചയായി 5ാം വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് പള്ളാത്തുരുത്തി ഇറങ്ങുമ്പോൾ അതിന്റെ അമരം പിടിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരിച്ചാലാണ് അവരുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് പള്ളാത്തുരുത്തിയും കാരിച്ചാലും എല്ലാം ഉള്ളത്. എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളും ആവേശങ്ങളും എല്ലാം? പ്രതീക്ഷയ്ക്കൊന്നും ഒരു കുറവില്ല. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ തുഴച്ചിൽക്കാരുടെ കൈക്കരുത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രാർത്ഥന, എല്ലാവരുടെയും വള്ളംകളി ട്രോഫിയിൽ ഇത്തവണ എന്ത് വന്നാലും മുത്തമിടും. തീർച്ചയായിട്ടും ഞങ്ങൾ മുത്തമിടും. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള 5 വിജയം എന്നുള്ള റെക്കോർഡ് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എഴുതി ചേർത്തിരിക്കുന്ന ആളെ. അതിനാണ്ട് ഈ ചരിത്രത്തിന് ഒപ്പം നിൽക്കാനാണോ കാരിച്ചാലിനെ കൂടി കൂടെ കൂട്ടുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരിച്ചാലുണ്ടെങ്കിൽ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇരട്ടിയാവും. ഏതായാലും ഇത്തവണത്തെ ട്രോഫി ഞങ്ങൾ അടിച്ചിരിക്കും. തർക്കമില്ല. ആവശ്യത്തിനൊന്നും കുറവൊന്നുമില്ല. പൂർണ്ണമായും നല്ല ആവശ്യത്തിനാണ് നാട്ടുകാരും എല്ലാവരും. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ കാരിച്ചാലിനെ സംബന്ധിച്ചും ഒരു വിജയം അത് ഇത്തവണ അവർക്ക് ചരിത്രമാണ്. അതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല. നിലവിൽ നേരത്തെ പറഞ്ഞ ആശങ്ക ഇപ്പോഴും അവർക്കുണ്ട്. ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ ഈ വെള്ളം ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ്. വെള്ളം ഈ തണ്ണീർമുക്കം ബണ്ട് അടച്ചാൽ മാത്രമേ ഈ സുഗമമായ രീതിയിൽ വള്ളംകളി നടത്താൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ ഇവർ തന്നെ ഉയർത്തുന്ന ആശങ്ക. കാരണം 4ാം ഹിറ്റ്സിൽ അല്ലെ, നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാലാണ് ഇറങ്ങുന്നത്. സ്വാഭാവികമായും അവർക്ക് ആശങ്കയുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തോട് അവർ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന്റെ ഒരു ഗതി അത് കൃത്യമായി നിയന്ത്രിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാരിച്ചാൽ ഇതാ പൂർണ്ണ സജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവസാനഘട്ട മിനുക്കുമണികളെല്ലാം പൂർത്തിയാക്കി നീറ്റിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ആയിക്കഴിഞ്ഞു. ഈ സമയം നാളെ ഏതാണ്ട് 10:45 ശേഷം കാരിച്ചാൽ നീറ്റിലേക്ക് ഇറങ്ങും. അതിനുശേഷമായിരിക്കും ഈ മത്സരങ്ങളടക്കം ഉണ്ടാവുക. എന്തായാലും ഈ കാണുന്ന കൂട്ടം ഇന്ന് പൂർണ്ണമായി വിശ്രമത്തിലാണ്. നാളെയാണ് ഇവരുടെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് ഇന്ന് പൂർണ്ണമായി വിശ്രമം. നാളെയായിരിക്കും ഈ നാളത്തെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ തന്നെയാണ് ഇവർ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. കാരിച്ചാലിന് ഒരുപാട് വിജയേതിഹാസങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി അവരുടെ വള്ളം പഴയ വള്ളമല്ല, അത് പണിഞ്ഞിറക്കിയ പുതിയ വള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വല്ലവന് പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ പള്ളാത്തുരുത്തിക്ക് ഏത് വള്ളം കിട്ടിയാലും അവരതിൽ വിസ്മയം തീർക്കാൻ കഴിവുള്ളവരാണ്. ടോബി ജോൺസൺ കൂടി ചേർന്നു. ടോബി നിൽക്കുന്നത് കുമരകം ബോട്ട് ക്ലബിനൊപ്പമാണ്. ടോബി, KBC എന്ന കുമരകം ബോട്ട് ക്ലബ്ബ്, UBC കൈനഗരി, PBC, അങ്ങനെ UBC, KBC, PBC ത്രയങ്ങളുടെ വാഴ്ച നാളെ ഓളപ്പരപ്പിൽ കാണേണ്ടി വരുമോ? ഹാഷ്മി, തീർച്ചയായിട്ടും KBC കുമരകം ബോട്ട് ക്ലബ്ബ് ഒരു വലിയ ചരിത്രമുള്ള ബോട്ട് ക്ലബ്ബാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു പേര് തന്നെയാണ് കുമരകം ബോട്ട് ക്ലബ്ബ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണയും കുമരകത്തേക്ക് കപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിറങ്ങുന്നത് 2 ബോട്ട് ക്ലബ്ബാണ്. ഒന്ന് കുമരകം ബോട്ട് ക്ലബ്ബും മറ്റൊന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും. ഈ 2 ബോട്ട് ക്ലബ്ബുകളുടെയും പരിശീലനം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് അവർക്ക് റെസ്റ്റിന്റെ ദിവസമാണ്. എങ്കിലും ഇന്ന് അത്യാവശ്യം വേണ്ട അവസാനത്തെ ഒരുക്കങ്ങളിലേക്ക് അവർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ കുമരകം ബോട്ട് ക്ലബിന്റെ ക്യാമ്പിലാണ്. അവർ ആ ഒരു തുഴച്ചിലുകാരെല്ലാം തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനും മറ്റും ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ക്ലബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ക്ലബിന്റെയൊക്കെ. വലിയ ചരിത്രമുള്ള, പണ്ട് കാലത്ത് ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് തുഴഞ്ഞ് വിജയം നേടിയ ഒരു ചരിത്രമുള്ള ഒരു ക്ലബ്ബാണ്. അതിന്റെ ഭാഗമാകുന്ന പുതുതലമുറയിലെ ആളുകളാണ് ഇപ്പോൾ ഈ കാണുന്നവർ. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ഇത്തവണ കപ്പ് കുമരകത്തേക്കാണോ? കപ്പ് കുമരകത്തേക്ക് തന്നെയാണ്, ഉറപ്പ് തന്നെയാണ്. കുമരകം ബോട്ട് ക്ലബ്ബ് കൊണ്ടുവന്നിരിക്കും കപ്പ്. ആദ്യത്തെ ഹീറ്റ്സിൽ പള്ളാത്തുരുത്തിയായിട്ട് ഏറ്റുമുട്ടുന്നത് പിടിക്കോ? അതിനും ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. പള്ളാത്തുരുത്തി ഊരി അടിച്ചിരിക്കും, ഒരു സംശയമില്ല, പിടിച്ചിരിക്കും. നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു പാരമ്പര്യം കാത്തു ഉറപ്പായിട്ടും സൂക്ഷിക്കും. നമുക്കിവിടെ ഈ ക്ലബിന്റെ ഭാരവാഹികളുണ്ട്. ചേട്ടാ, നമ്മളെങ്ങനെ ഇത്തവണ പിടിക്കുവോ? എങ്ങനെയാ ശക്തമായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞങ്ങള് 2024 ഞങ്ങള് ഈ
ബെച്ചൂർ എന്ന് പറഞ്ഞ ശാസ്തക്കുളം എന്ന് അവിടെയായിരുന്നു ആദ്യം ഞങ്ങൾ ട്രെയിൻ എടുത്തത്. അന്നേരം 6 ദിവസം ട്രെയിൻ എടുത്ത് അത് പിന്നെ കഴിഞ്ഞാൽ വള്ളംകളി ഇല്ലെന്ന് പ്രഖ്യാപിച്ചേ. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. അവിടെ ചെറിയൊരു ശബ്ദ പ്രശ്നം തോന്നുന്നു. എന്തായാലും അങ്ങനെ ആദ്യം ഇല്ലെന്ന് പ്രഖ്യാപിച്ചു, അതിനുശേഷം മാറ്റിവെച്ചു, അതിനുശേഷം പുതിയ തീയതി പ്രഖ്യാപിച്ചു. ഇനി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവിടുത്തെ ഈ വള്ളംകളി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആഘോഷവും ആവേശവും ഒക്കെ തോന്നാം. പക്ഷെ അത് ആ നാടിൻ്റെ ജീവനാടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സുരേഷ് ഗോപി സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുവും എന്ന് പറഞ്ഞതുപോലെ ആ വള്ളംകളി ഇല്ലെങ്കിൽ, അതിൻ്റെ താളമില്ലെങ്കിൽ, തുഴത്താളമില്ലെങ്കിൽ, വഞ്ചിപ്പാട്ടില്ലെങ്കിൽ എന്താണ് അത് അവരുടെ ജീവവായുവാണ്, അവരുടെ ജീവശ്വാസമാണ്. അപ്പോൾ അതിനെ അത്രത്തോളം വൈകാരികമായി കാണുന്ന മനുഷ്യരാണ്. എന്നാൽ നമുക്ക് അത്ഭുതം തോന്നും, ഒരു വള്ളത്തിനൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ കണ്ണു നിറയുമോ, ഒരു വള്ളത്തിനൊക്കെ വേണ്ടി ഇത്രയും മാത്രം ആവേശം ഉണ്ടാവുമോ, ഒരു വള്ളത്തിനെ ജീവനുള്ള ഒരു പെറ്റായി, ഒരു അരിമ എന്താണ് വീട്ടിൽ വളർത്തുന്ന ഒരു അരിമ, എന്താണ് പെറ്റിന്റെ മലയാളം എന്താണ്, വളർത്തുമൃഗം, ഒരു അരിമ മൃഗമായിക്കെ കാണുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. അത്രത്തോളം സ്നേഹമാണ് വള്ളവും ദേശവും തമ്മിൽ. അവര് ഇങ്ങനെ ഓരോ കാലവും ഇതിന് മുൻപേ പരിശീലനം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, എത്ര കാലങ്ങളുള്ള പ്രോസസ്സാണല്ലോ അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിഭീകരമായിട്ടുള്ള കഠിനാധ്വാനമാണ്, അതിഭീകരമായ ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ തുഴക്കാർ ഈ തുഴയൊക്കെയായി വഞ്ചിപ്പാട്ടൊക്കെ പാടി നാളെ വള്ളത്തിലേക്ക് കയറുമ്പോൾ അവരുടെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏറ്റവും ഒടുവിലത്തെ ഫിനിഷിംഗ് പോയിന്റിൽ മൈക്രോ സെക്കൻഡിൽ ആദ്യം എത്തുക, ട്രോഫി എടുക്കുക എന്നത് മാത്രമാണ് തുഴക്കാരുടെ, ബോട്ട് ക്ലബ്ബുകളുടെ, ദേശങ്ങളുടെ ലക്ഷ്യം. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവർ മറ്റൊരു പോസിബിലിറ്റി ഇല്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കപ്പടിക്കുക എന്നൊരൊറ്റ പോസിബിലിറ്റി മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഇല്ല എന്നൊന്ന് ആലോചിക്കുക പോലും അവരിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ കപ്പ് കിട്ടാത്തപ്പോൾ അത് കണ്ണീരായി മാറുന്നത്. വലിയ പ്രതീക്ഷയിലുമാണ് എല്ലാ ബോട്ട് ക്ലബ്ബുകളും.